ചില വീടുകളിൽ എന്താ ചെയ്യുന്നത്, അവർ വ്യാജമായിട്ട് കരയും അല്ലേ, ആർട്ടിഫിഷ്യലായിട്ട് കരച്ചിൽ അവരുണ്ടാക്കും പാരൻസ്. അത് പാരൻസ് അല്ല, ആരും ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതും കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ മോട്ടിവേഷനാണ്. കാരണം ആ ഒരു എക്സ്പ്രഷൻ കാണാൻ വേണ്ടി കുഞ്ഞുങ്ങൾ വീണ്ടും വീണ്ടും ഇതേ ഒരു പ്രവൃത്തി ആ ആൾക്കാരുമായിട്ട് അവർ ചെയ്യും. കാരണം ആ കരച്ചിൽ കാണാനും ആ ഒരു എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് അറിയാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ 2 തെറ്റുകളാണ് മെയിനായിട്ട് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. കുഞ്ഞുങ്ങൾ അങ്ങനെ ഒരു പ്രവൃത്തി കാണിക്കുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളോട് മാക്സിമം നമ്മൾ ദേഷ്യപ്പെടുക, കൈ മാറ്റുക, കൈ പിടിച്ച് മാറ്റുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ തെറ്റില്ല. കാരണം അവർക്കറിയണം അവർ ചെയ്യുന്ന കാര്യം തെറ്റാണ്, നമുക്ക് വേദനിക്കും എന്നുള്ളൊരു തോട്ടായിരിക്കണം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോവേണ്ടത്. അല്ലാതെ ഈ 2 തോട്ട്, അതായത് നമ്മൾ ചിരിക്കുമ്പോൾ അവർക്ക് കൂടുതലും എൻകറേജ്മെൻ്റ് ആണ്, അതുപോലെ തന്നെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കരയുമ്പോൾ അവർ വിചാരിക്കും ഇങ്ങനൊരു എക്സ്പ്രഷൻ ആയിരിക്കാം മിക്ക ആൾക്കാരും കൊടുക്കുന്നത് എന്നൊരു തോട്ട്, നെഗറ്റീവ് തോട്ട്സ്, ഈ 2 നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും അവർക്ക് പോകുന്നത്. അപ്പോൾ നമ്മളത് മാറ്റിയെടുക്കേണ്ട വിധം എന്ന് പറയുന്നതിൽ ഒന്നാണ് ഞാൻ ഈ പറഞ്ഞ പോലെ കൈ പിടിച്ച് മാറ്റുക, നോ എന്നുള്ളൊരു കാര്യം പറയുക, ഓൺ ദ സ്പോട്ട് നമ്മൾ ദേഷ്യപ്പെടുക. അടിക്കണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, നന്നായിട്ട് ദേഷ്യപ്പെടുന്നതിൽ ഈ യാതൊരു തെറ്റുമില്ല. കാരണം ഇങ്ങനത്തെ പ്രവൃത്തികൾ അവർ പുറത്തു പോയും ചെയ്യാണ്ടിരിക്കണം. പ്ലേ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ മറ്റു കുട്ടികളെ ഉപദ്രവിക്കുക, അടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് മറ്റ് പാരൻസ് കംപ്ലൈൻറ്റ് ചെയ്യാനും നമുക്കത് പിന്നീട് മാറ്റിയെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഇമോഷൻസ് അവർക്ക് മനസ്സിലാകുമോ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ 6 months മുതൽ 6 മാസം മുതൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഇമോഷൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ നോ പറയുന്നത്, നമ്മൾ ദേഷ്യപ്പെടുന്നത് എല്ലാം അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ആ ഒരു പ്രായത്തിൽ തന്നെ നമ്മൾ ബൗണ്ടറീസ് കീപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. എവിടെയാണ് അമ്മയ്ക്കും അച്ഛനും ഇഷ്ടമല്ലാത്ത, എവിടെയാണ് നോ പറയുന്നത്, ആ ഒരു പ്രായത്തിലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഫോമിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരും. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്താണെന്നുള്ള കുഞ്ഞുങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കാതെ അവോയ്ഡ് ചെയ്ത് വിടുന്ന സമയത്താണ് കുഞ്ഞുങ്ങളോട് നമ്മൾ പെട്ടെന്ന് നോ പറയുകയും പെട്ടെന്ന് നമ്മൾ ദേഷ്യപ്പെടുകയും ചെയ്യുമ്പോൾ അവർ ഇമോഷണലി ഡിപ്രസ്ഡ് ആവുന്നത്. നമ്മൾ ആ രീതിയിലോട്ട് നമ്മൾ പോകാണ്ടിരിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. നമ്മൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് എന്നുള്ള പാരൻറ്റിങ് നമ്മുടെ കയ്യിലാണ്. സോ ഓരോ പാരൻസും ചിന്തിക്കുന്നതും അല്ലെങ്കിൽ ഓരോ പാരൻസും പ്രവർത്തിക്കേണ്ടതും ഈ വക കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങളോട് സ്നേഹമില്ല എന്നതല്ല, അവരുടെ നല്ലതിന് നമ്മൾ ചില കാര്യങ്ങൾ നോ പറയുന്നതും ശാസിക്കുന്നത്, ബൗണ്ടറി വെക്കുന്നതും സ്ക്രീൻ ടൈമിൽ തന്നെ നിങ്ങൾ കൃത്യമായിട്ടൊരു ബൗണ്ടറി വെച്ചാൽ മാത്രമേ സ്ക്രീൻ ടൈം കുഞ്ഞുങ്ങളിൽ കുറച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഫുള്ളി ബാൻറ്റഡ് പറയാനും ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ നമുക്ക് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ ആദ്യമേ ബൗണ്ടറീസ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുക, ആ ഒരു ഇമോഷണൽ ഫീലിങ്സ് കുറഞ്ഞ് തന്നെ കിട്ടും. നമുക്ക് ഇപ്പോൾ പല ന്യൂസുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, മൊബൈൽ ഫോൺ വാങ്ങിച്ചു വെക്കുമ്പോൾ കുഞ്ഞ് സൂയിസൈഡ് ചെയ്തു, അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടി എന്ന ന്യൂസൊക്കെ നമ്മൾ കേട്ടതാ. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ആദ്യമേ ഇവർ നോ എന്നുള്ളൊരു ഓപ്ഷൻ പറഞ്ഞ് ശരി കണ്ടോട്ടെ, 10 മിനിറ്റ് അല്ലേ, അത് 15 മിനിറ്റായി, അരമണിക്കൂറായി, 1 മണിക്കൂറായി. പിന്നീട് അവനിൽ പഠിത്തത്തിൽ മോശമായി, അല്ലെങ്കിൽ ഫുൾ ടൈം സ്ക്രീൻ ടൈമാണ്, ഫുൾ ടൈം മൊബൈൽ കണ്ടുകൊണ്ട് കളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പഠിത്തമൊക്കെ മോശമാകുമ്പോൾ പാരൻസിന് കൺസേൺ ആവും. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മൾ പാരൻസ് അതിൽ കൺസേൺ ആയിട്ട് കുഞ്ഞുങ്ങളോട് നോ പറയാൻ അല്ലെങ്കിൽ ശാസിക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. സോ ഈ ഒരു 6 months മുതലേ നമുക്ക് കുഞ്ഞുങ്ങളെ നോ പറഞ്ഞ് ശീലിപ്പിക്കാം. നമുക്ക് ദേഷ്യപ്പെടാം. അതുപോലെ തന്നെ ഏത് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ക്ലിയർ കട്ടായിട്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം വേണ്ടത്. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ നോ പറയുന്നത് എന്ന് കൃത്യമായിട്ട് തന്നെ അവർക്ക് അറിയണം, അതിൻ്റെ റീസൺ അറിയണം. അതിന് കൃത്യമായിട്ട് നമ്മൾ റീസൺ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. മാത്രമല്ല ഇങ്ങനത്തെ ഒരു പ്രവൃത്തികൾ കുഞ്ഞുങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺ ദ സ്പോട്ട് തന്നെ, ആരിരുന്നാലും ഓൺ ദ സ്പോട്ട് നമ്മളത് ശാസിക്കുകയും അവർക്ക് വേണ്ട രീതിയിലുള്ള പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും അടിക്കുക എന്നുള്ളതല്ല. പണിഷ്മെൻറ്റ് പല രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട്, അപ്പോൾ നല്ല രീതിയിലുള്ള പണിഷ്മെൻറ്റ് നമുക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് നമ്മളത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും.